മക്കളെ ഏവർക്കും നമസ്കാരം. വിശാഖ് പാവുമ്പയാണ്. ഇന്ന് കുറച്ച് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. SSCക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച CGLും CHSLും അടക്കമുള്ള കുറേ നല്ല ചോദ്യങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് വരാൻ പോകുന്ന എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും, അതായത് PSC അടക്കം RRB അടക്കമുള്ള എല്ലാ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉതകുന്ന ഒരു വീഡിയോ ക്ലാസ് ആണ് ഇത് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ ഒട്ടും നിങ്ങൾ സമയം കളയാതെ ഈ ഒരു വീഡിയോ ക്ലാസ് കാണുമ്പോൾ പേനയും പേപ്പറും കയ്യിൽ കരുതുക, സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കടക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 200 ടൈംസ് ഓഫ് ദ ഗിവൺ സീരീസ്? സീരീസ് കാണാൻ പറ്റുന്നുണ്ട്. 1+, 5+, 6+, 10+, അങ്ങനെ എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമോ? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 200 ടൈംസ്? മക്കളെ ഫസ്റ്റ് 200 ടൈംസ് അതിൻ്റെ സമ്മാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണാൻ നിങ്ങൾ കുറേ പേര് ഇങ്ങനെ എന്ത് ചെയ്യും? 1 5 കൂടെ കൂട്ടി, പിന്നെ 1 5 തമ്മിലുള്ള വ്യത്യാസം എത്ര? 4. 5 6 തമ്മിലുള്ള വ്യത്യാസം മക്കളെ 1. 6 4 6 10 തമ്മിലുള്ള വ്യത്യാസം 4. 10 11 തമ്മിലുള്ള വ്യത്യാസം 1. അപ്പോൾ ഒരു ക്രമമായ ഒരു സീരീസ് അല്ലേ പോകുന്നത്, അല്ലേ? ക്രമമായ ഡിസ്റ്റൻസ് പാലിച്ചല്ല ഇത് പോകുന്നത്. മക്കളെ ചോദിച്ച ചോദ്യമാണ് 2022 CHSLൻ്റെ ടയർ 1 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ കാണുന്ന 2 നമ്പറിനെ മാത്രം നോക്കിയ മക്കളെ 1 5 കൂടെ മാത്രം ഒന്ന് കൂട്ടി നോക്ക്, 6 എന്ന് വരും. അടുത്ത 6 10 കൂടെ മാത്രം ഒന്ന് കൂട്ടി നോക്ക്, 6 10 കൂടെ കൂട്ടി നോക്കിയാൽ 16 എന്ന് വരും. ശരിയാണോ? നിങ്ങൾ അടുത്ത 2 ടൈം 11 15 ഒന്ന് കൂട്ടി നോക്കി, 11 15 കൂടെ കൂട്ടിയാൽ മക്കളെ 26 എന്ന് വരും. അടുത്ത 16 20 ഒന്ന് കൂട്ടി നോക്കി മക്കളെ, 16 20 കൂട്ടിയാൽ 20 16 കൂട്ടിയാൽ 36 എന്ന് വരും. ശരിയാണോ? ഇനി നിങ്ങൾ നോക്ക്, ഇതൊരു ക്രമമായ സീക്വൻസ് അല്ലെങ്കിൽ ഒരു സീരീസ് അല്ലേ ഈ പോകുന്നത് ആണ്. ഏറാ മക്കളെ 6 16 26 36 എക്സെട്ര എന്ന പോകുന്ന ഈ ശ്രേണിയുടെ നമുക്കിതാ ഇവിടെ വേണ്ടത് 200 പദങ്ങളുടെ തുകയാണ്. നമുക്കറിയാം 2 പദങ്ങൾ ചേരുമ്പോഴാണ് ഒരു പദമായിട്ട് മാറുന്നത്, 2 പദങ്ങൾ ചേരുമ്പോഴാണ് ഒരു പദമായിട്ട് മാറുന്നത്, 2 പദങ്ങൾ ചേരുമ്പോഴാണ് ഒരു പദമായിട്ട് മാറുന്നത്. എങ്കിൽ 200 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മക്കളെ ഈ ഒരു സീരീസിൻ്റെ ഈ ഒരു സീക്വൻസിൻ്റെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ പോരെ? മതി. ഇവന്മാരുടെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. ശരിയാണോ? ആദ്യത്തെ 100 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. ഇനി 100 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ഇതൊരു സമാന്തര ശ്രേണി എന്ന് പരിഗണിക്കാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണി. എങ്കിൽ പറ, സമാന്തര ശ്രേണിയുടെ തുക കാണുന്നത് എങ്ങനെയാ? n/2 ഇൻറ്റു പറയൂ 2a പ്ലസ് n-1 ഇൻറ്റു d. ഓക്കെ, അപ്പോൾ സമാന്തര ശ്രേണിയുടെ തുക കാണുന്ന രീതി വെച്ച് n എന്ന് പറഞ്ഞാൽ മക്കളെ 100 പദങ്ങളുടെ തുക കാണണം. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് 100 വന്നാൽ 100/2 എത്ര ആവും? 50 ആയിട്ട് മാറുവേ. മറന്നുപോലെ. ശരി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 2a എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തിൻ്റെ ഇരട്ടി. ആദ്യ പദം മക്കളെ 6 ആണ്. അപ്പോൾ 6ന്റെ ഇരട്ടി 12 ആണ്. 12 പ്ലസ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ്. മക്കളെ ഇതിൻ്റെ 100 പദങ്ങളുടെ തുകയല്ലേ കാണേണ്ടത്. അപ്പം 100 - 1 99. 99 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. 10 അല്ലേ? അപ്പോൾ 10 അങ്ങോട്ട് എഴുതി. ഓക്കെ, അപ്പോൾ 50 ഇൻറ്റു 90. നമുക്ക് ആദ്യം ഗുണിക്കണം. 99 ഇൻറ്റു 10 990. 990 10 കൂടെ കൂട്ടിയാൽ 1000, 1002 വരും. 1002. ഓക്കെ, അപ്പോൾ 50 ഇൻറ്റു 1002 ചെയ്താൽ നമ്മുടെ ഉത്തരവായി. 50 ഇൻറ്റു 1002. അപ്പോൾ 1002നെ 5 കൊണ്ട് ഗുണിക്കുക, എന്നിട്ടൊരു 0 കൂടെ ചേർത്താൽ മതി. ഗുണിക്കേണ്ട ആവശ്യം പോലും ഇല്ല. 5000വും 10 കൂടെ കൂട്ടിയാൽ 5010. ഓക്കെ, 5010ഉം 0 5100 വരും. ശരിയാണോ? ഇത് ഗുണിച്ച് നോക്കിയാൽ മതി മക്കളെ. 50,100 വരും. 50,100 വരും. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 50,100. മനസ്സിലായോ? എളുപ്പമല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ? ഈ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടെത്തുക. 1 - 2
+3 -4 +5 -6 എക്സെട്ര 100 വരെ. മക്കളെ 2022 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ടയർ 1 തന്നെ ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ഉണ്ട് -50, -55, -49, -60. ശരി, ഒന്നുമില്ല, വളരെ 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 സിമ്പിളാണ്. ഒന്ന് നോക്കിയ മക്കളെ, എടാ നിങ്ങൾ 1, 2 അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. നിങ്ങളിതാ ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് നോക്കി. 1 - 2 എത്ര? 1 - 2 എന്ന് പറഞ്ഞാൽ മക്കളെ -1. എടാ 1 - 2 എന്ന് പറഞ്ഞാൽ -1 അല്ലേ? അതേപോലെ ദാ അടുത്ത രണ്ട് പദങ്ങൾ 3 - 4 എത്ര? 3 - 4 എത്ര? 3ൽ നിന്ന് 4 കുറച്ചാലും മക്കളെ -1. അടുത്തത് 5 - 6 എത്ര? 5 - 6 എത്ര? അതും -1. എടാ മനസ്സിലായി? അപ്പൊ ഈ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ -1 -1 -1 -1 എന്ന് വന്നുകൊണ്ടിരിക്കും. എങ്കിൽ എടാ ഈ എക്സ്പ്രഷന്റെ 100 വരെ എന്ന് പറയുമ്പോൾ മക്കളെ 50 പദങ്ങളല്ലേ വരുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു പദം, ഇത് രണ്ടും കൂടെ ചേർന്ന് രണ്ടാം പദം, ഇത് രണ്ടും കൂടെ ചേർന്ന് മൂന്നാം പദം. അപ്പം 100 വരെ ആകുമ്പം കറക്റ്റ് 50 പദങ്ങൾ കാണും. ശരിയാണോ? 50 പദങ്ങൾ. എങ്കിൽ ഈ 50 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ 50 ഇൻറ്റു, അതായത് -1 50 വട്ടം, 50 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -50 ആണ് നമ്മുടെ ശരി ഉത്തരം. -50 ഓപ്ഷൻ എ ആണ് ശരി. പിടികിട്ടിയോ? എളുപ്പമല്ലേ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. ഇവിടെ ഒന്നുമില്ലടാ, -1 ഈ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ -1 വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 50 പേരിനകത്തിലും -1 ആയിരിക്കും തുക. അപ്പോൾ 50 ഇൻറ്റു -1, അതായത് 50 ഇൻറ്റു -1 നടുക്ക് പ്ലസ്സാ. കണ്ടോ? നടുക്ക് പ്ലസ്സാ. അപ്പം -1 പ്ലസ് അപ്പം -1 50 തവണ വരുമ്പം -50. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്ക് മക്കളെ. ഇഫ് x = 1 - 10 +3 -12 +5 -50 14 +7 up to 60 times, then what is the value of x? എക്സിന്റെ വില കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ എക്സിന്റെ വില തന്നിരിക്കുന്നത് 1 - 10 +3 -12 +5 -14 +7 അങ്ങനെ എക്സെട്ര അപ് ടു 60 ടൈംസ്. ആദ്യത്തെ 60 പദങ്ങളുടെ തുക കണ്ടെത്തുക എന്നതാണ് ചോദ്യം. നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾ വൃത്തിയായിട്ടൊന്ന് നോക്കിയേ മക്കളെ. ദാ ഇവിടെ ആദ്യത്തെ 2 പദങ്ങളെ മാത്രം നോക്ക്. ഈ 2 പദങ്ങളെ മാത്രം നോക്കിയാൽ, അല്ലാതെ ഒരു ക്രമമായിട്ടൊന്നും പോവല്ല. എടാ 1 - 10 മാത്രം നിങ്ങൾ നോക്ക്. അതായത് എക്സിന്റെ വിലയാണ് ഈ കൊടുത്തിരിക്കുന്നത് മൊത്തം. അപ്പൊ ഇതിന്റെ വില കണ്ടുപിടിച്ചാൽ അതാണ് എക്സിന്റെ വില. ശരി, നോക്ക്. 1 - 10 എന്ന് പറഞ്ഞാൽ മക്കളെ -9. ശരിയല്ലയോ? എടാ 1 - 10 എന്ന് പറഞ്ഞാൽ -9. അടുത്തത് 3 - 12 എന്ന് പറഞ്ഞാൽ 3 - 12 എന്ന് പറഞ്ഞാലും മക്കളെ -9. കാര്യം 3ൽ നിന്ന് 12 പോകത്തില്ല. 12ൽ നിന്ന് 3 കുറച്ചാൽ 9. തിരിച്ചു കുറച്ചുകൊണ്ട് മൈനസ് കൊടുക്കും. ഇനി 5 - 4 എന്ന് പറഞ്ഞാലും മക്കളെ -9. ശരിയാണോ? എടാ 5 - 4 എന്ന് പറഞ്ഞാലും -9. അപ്പം മനസ്സിലായി, 2 പദങ്ങൾ ചേർന്നാൽ -9, വീണ്ടും 2 പദങ്ങൾ ചേർന്നാൽ -9, വീണ്ടും 2 പദങ്ങൾ ചേർന്നാൽ -9, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടത് അപ് ടു 60 ടൈംസ് 60 പദങ്ങളുടെ തുകയാണ്. എടാ ഈ 60 പദങ്ങളിൽ ദാ ഈ 2 എണ്ണം ചേരുമ്പോഴാണ് ഒരു പദമായിട്ട് മാറുന്നത്. അങ്ങനെയെങ്കിൽ 30 പേരിലും എടാ 30 പേരാകുമ്പോൾ 60 പദങ്ങളായി. 30 ജോഡി ആകുമ്പോഴത്തേക്കും 60 പദങ്ങളായി. എങ്കിൽ ദാ ഇതിന്റെ തുക എത്ര എന്നറിയാൻ മക്കളെ -9 എത്ര വട്ടം? 30 വട്ടം. -9 30 വട്ടം എടുത്താൽ മതി. കാര്യം -9 പ്ലസ് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ -9 എത്ര വട്ടം? 30 വട്ടം. 9 3 27 മൈനസ് ഉണ്ട്. നമ്മുടെ ഉത്തരം -270. ഓപ്ഷൻ ഡി ഇതാണ് ശരി ഉത്തരം. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? എളുപ്പമല്ലേ? അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ 1 - 7 +2 -8 +3 -9 4 -10 അങ്ങനെ 100 ടൈംസിൻ്റെ? നോക്ക്. 1 - 7 +2 -8 +3 -9 +4 -10 അങ്ങനെ ആദ്യത്തെ 100 ടൈംസിൻ്റെ വരെ എന്താ പദങ്ങളുടെ തുകയാണ് വേണ്ടത്.
ശരി, എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്കാം. ദാ 1 - 7 എന്ത് വരും? 1 - 7 മക്കളെ -6 എന്ന് വരും. 2 - 8 എന്ത് വരും? -6 എന്ന് വരും. 3 - 9 -6 എന്ന് വരും. 4 - 10 -6 എന്ന് വരും. അപ്പം മനസ്സിലായി മക്കളെ, ഇതിൻ്റെ 2 ടേമുകൾ ചേരുമ്പം -6 -6 -6 -6 വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് വേണ്ടത് എന്താ? ഈ ഒരു എക്സ്പ്രഷൻ്റെ, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ്റെ 100 പദങ്ങളുടെ തുകയാണ് വേണ്ടത്. നമുക്കറിയാം 2 പദങ്ങൾ ചേരുമ്പം -6 വന്നുകൊണ്ടിരിക്കും. എങ്കിൽ മക്കളെ 100 പദങ്ങളാകണമെങ്കിൽ 50 പെയർ എടുത്താൽ പോരെ, 50 ജോഡി എടുത്താൽ പോരെ. 50 ജോഡി. അപ്പോൾ ഈ -6 വീതം 50 ജോഡിയിലും വരും. -6 × 50 6 5 30 ഒരു പൂജ്യോടെ -300. എങ്കിൽ ഈ കാണുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മക്കളെ ഓപ്ഷൻ സി -300 ആകുന്നു. എളുപ്പമാണോ? ക്ലിയർ അല്ലേ? ഞാൻ മറ്റൊരു മോഡലിലോട്ട് പോട്ടെ. മറ്റൊരു മോഡൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ചോദ്യത്തിലോട്ട്. ഫൈൻഡ് 5 - 8 + 13 + 7 - 11 + 17 + 9 - 14 + 21 അപ് ടു 99 ടൈംസ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പം നേരത്തെ പോലെ ക്രമമായിട്ടൊന്നുമല്ല പോകുന്നത്. നിങ്ങൾ ആദ്യത്തെ 2 പേരെ മാത്രം ഒന്ന് എടുത്തു നോക്കി. 5 - 8 എന്ന് പറഞ്ഞാൽ മക്കളെ -3. അടുത്തത് +13 + 7 അല്ലയോ, അപ്പം +20. അടുത്തത് -11 + 17 അല്ലേ, -11 + 17. അപ്പോൾ എന്ത് വരും? +6 വരും. +6. കാര്യം -11 + 17. നമുക്കറിയാം വലുതീന്ന് ചെറുത് കുറയ്ക്കും, കാര്യം 2 ചിഹ്നമാണ്. അപ്പോൾ വലുതീന്ന് ചെറുത് കുറയ്ക്കും. 17 ന്ന് 11 കുറച്ചാൽ 6. വലുതിൻ്റെ എണ്ണം കൊടുക്കും പ്ലസ്, വലുതിൻ്റെ എണ്ണം പ്ലസ്സാ, അങ്ങനെ വരും. 9 - 14 എന്ന് പറഞ്ഞാൽ -5 വരും. -5 അല്ലേ? നോക്കിയേ, ഇതൊരു ക്രമമൊന്നും അല്ല, ഇതൊരു ക്രമത്തിലൊന്നും അല്ല പോകുന്നത്. ശരിയാണോ? ഇത് ക്രമമായിട്ടൊന്നും അല്ല പോകുന്നത്. അപ്പോൾ നോക്കിയേ മക്കളെ, ദാ ഇത് ചെയ്യുന്ന അടുത്ത സെറ്റപ്പ് നോക്ക്. ഇതിനെ ഒരു 3 പദങ്ങളൊന്ന് പരിഗണിച്ച്. ആരത്തെ 3 പദങ്ങളൊന്ന് പരിഗണിക്കും. 5 - 8 എന്ന് പറഞ്ഞാൽ എന്താ പറ? 5 - 8 എന്താ? -3 ആണേ. 5 - 8 എന്ന് പറഞ്ഞാൽ -3. -3 + 13 എത്ര? -3 + 13 എത്ര? പറ. -3 + 13 ചെയ്താൽ നമുക്കറിയാം വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ എണ്ണം. 13 ന്ന് 3 കുറച്ചാൽ 10. വലുതിൻ്റെ എണ്ണം 10. അപ്പോൾ +10 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ ഇത് 3 കൂടെ ഞാൻ പരിഗണിച്ചപ്പം എനിക്ക് +10 എന്ന് കിട്ടി. അടുത്ത മക്കളെ ഇത് 3 കൂടെ ഒന്ന് പരിഗണിച്ചേ. ഇത് 3 കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചേ. 7 - 11 അല്ലെങ്കിൽ വേണ്ട, 17 - 11 കൂടെ എന്ത് വരും? ഒരു സൈഡിൽ നിന്ന് ചെയ്താലും മതി, എങ്ങനെ വേണേലും. +7 - 11 എന്ത് വരും? +7 - 11. 2 വ്യത്യസ്ത എണ്ണം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. 11 ന്ന് 7 കുറച്ചാൽ മക്കളെ 4. ഇനി വലുതിൻ്റെ എണ്ണം മൈനസാ, അപ്പം -4 എന്ന് വരും. -4നോട് +17 കൂടെ, -4 + 17. -4 + 17 നമുക്കറിയാം വലുതിൽ ചെറുത് കുറയ്ക്കും. അപ്പോൾ 17 4 കുറച്ചാൽ 13. വലുതിൻ്റെ എണ്ണം പ്ലസ്സാ, 13 എന്ന് വരും. അടുത്ത മക്കളേതാ ഇത് 3 കൂടെ നോക്കി. ഇത് 3 കൂടെ 9 - 14 എത്ര? 9 ന്ന് 14 പോയാൽ -5. -5 ആണോ? -5 + 21. -5 + 21 ആലോചിക്ക്. -5 + 21 അങ്ങനെ 2 വ്യത്യസ്ത എണ്ണം വന്നാൽ വലുതീന്ന് ചെറുത് കുറയ്ക്കും. 21 ന്ന് 5 കുറച്ചാൽ 16. വലുതിൻ്റെ എണ്ണം പ്ലസ്സാ, അപ്പം +16 എന്ന് വരും. ശരിയാണോ? +16 എന്ന് വരും. മക്കളെ ഇത് ഇത്രയും കൂടെ +16 എന്ന് വരും. അപ്പം ഇപ്പം നിങ്ങൾ നോക്കിയേ, ഈ ശ്രേണി 10 13 16 അടുത്തത് 19 എന്ന് പോകുന്ന ശ്രേണിയല്ലേ? ഈ ശ്രേണിയുടെ, അതായത് ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ശ്രേണിയുടെ 99 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 3 പദങ്ങൾ വരുമ്പോഴേ ഒരു പദമായിട്ട് മാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 99നെ മക്കളെ 3 ഹരിച്ചാൽ 33. അതായത് ഈ പോകുന്ന ശ്രേണിയുടെ 33 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരു ശ്രേണിയുടെ 33 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. ശരിയാണോ? ഈ ഒരു ശ്രേണിയുടെ 33 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ വീണ്ടും നമ്മുടെ തുക കണ്ടുപിടിക്കുന്ന മാർഗം ഒന്ന് പറഞ്ഞേ. സമാന്തര ശ്രേണിയാണ് n/2 ×
2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഇവിടെ മക്കളെ 33 മാറും. 33/2 2a ആദ്യ പദത്തിൻ്റെ ഇരട്ടി, ആദ്യ പദം 10, 10ൻ്റെ ഇരട്ടി 20 പ്ലസ് n എന്ന് പറഞ്ഞാൽ 33, 33 എന്ന് പറഞ്ഞാൽ 32, 32 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ മക്കളെ 3, പൊതുവ്യത്യാസം 3. ശരിയാണോ? നോക്കാം. 33/2 അങ്ങനെ തന്നെ ബ്രാക്കറ്റിനുള്ളിൽ 32 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 96 അല്ലേ? 96 എന്ന് വരും. 96 20 കൂട്ടിയാൽ 96, 106, 116, അപ്പോൾ 116 എന്ന് വരും. വെട്ടുമ്പം 2-നകത്ത് 2 ഒരു തവണ, 11-നകത്ത് 2 5 തവണ, 5 2 10, ശിഷ്ടം ഒന്ന് 16-നകത്ത് 8 തവണ. ഓക്കെ, അവസാനമായിട്ട് 33 ഇൻറ്റു 58 എന്ന് വരും. 33 ഇൻറ്റു 58. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഒറ്റയുടെ സ്ഥാനം മാത്രം ഗുണിച്ച് നോക്ക്. 8 ഗുണം 3 എത്ര? 24. അപ്പോൾ അവസാനത്തേക്ക് 4 വരണം. 4 വരണം. എടാ 4 വരുന്ന ഓപ്ഷൻ ഉണ്ട്, ആ ഒരെണ്ണേ ഉള്ളൂ. അതേതാ? 1914. എടാ 1914 ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആ ശരി ഉത്തരം. ആർക്കെങ്കിലും സംശയമുണ്ടോ? നോക്കാം. 33 ഇൻറ്റു 58 നോക്കാം. 8 3 24 4, ശിഷ്ടം 2. 8 3 24 2 26. 5 3 15 5, ശിഷ്ടം 1. 15 1 16. നോക്കാം. 4 6 5 11 1, ശിഷ്ടം 1. 6 2 8, 1 9, ദാ 1. 1914 എന്ന് തന്നെ കിട്ടും. പറഞ്ഞത് മനസ്സിലായോ? എളുപ്പമല്ലേ? ഓക്കെ ആണെന്ന് കരുതട്ടെ. മറ്റൊരു മോഡലിലോട്ട് പോട്ടെ മക്കളെ. ദാ അടുത്തൊരു മോഡൽ ഇങ്ങനെ: 100ൻ്റെ സ്ക്വയർ മൈനസ് 99ൻ്റെ സ്ക്വയർ പ്ലസ് 98ൻ്റെ സ്ക്വയർ മൈനസ് 97ൻ്റെ സ്ക്വയർ പ്ലസ് 96 സ്ക്വയർ മൈനസ് 95 സ്ക്വയർ, അങ്ങനെ 11ൻ്റെ സ്ക്വയർ വരെ 2022 CGL ചോദിച്ചാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. മക്കളെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിന് ചോദ്യമോ? എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയേണ്ട ഒരു ഐഡൻറ്റിറ്റി ഇതാണ് മക്കളെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എടാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എങ്ങനെ മാറ്റി എഴുതും? പറ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ, എടാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എങ്ങനെ എഴുതാം? പറ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. പറ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എങ്ങനെ മാറ്റി എഴുതും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. പറ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എങ്ങനെ എഴുതും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഒന്നുകൂടെ പറ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എങ്ങനെ എഴുതും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ദാ ഒന്ന് നോക്കി. ഇവിടെ എടാ 100ൻ്റെ സ്ക്വയർ മൈനസ് 99ൻ്റെ സ്ക്വയർ ഏത് രൂപത്തിലാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന്. മക്കളെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് അല്ലേ? അപ്പോൾ ഇവനെ മാത്രം എങ്ങനെ എഴുതാം? എ പ്ലസ് ബി, അതായത് 100 പ്ലസ് 99. ഓക്കെ, 100 പ്ലസ് 99 എഴുതിയേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പം 100 മൈനസ് 99 ഇനി അല്ലേ? 100 മൈനസ് 99 ശരിയാണോ? അപ്പം എ പ്ലസ് ബി എഴുതി 100 പ്ലസ് 99, എ മൈനസ് ബി എഴുതി 100 മൈനസ് 99. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ. എടാ 100 മൈനസ് 99 എത്ര? 1 അല്ലേ? 100 മൈനസ് 99 1 അല്ലേ? 1 ദാ ഇവനെ ഗുണിച്ചാൽ ആരെ തന്നെ കിട്ടൂ? ഇവനെ മാത്രമേ കിട്ടൂ. ഇവനെ മാത്രമേ കിട്ടൂ. അപ്പോൾ പിന്നെ ഇവനെ കൊണ്ട് ഗുണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 100ൻ്റെ സ്ക്വയർ മൈനസ് 99ൻ്റെ സ്ക്വയറിനകത്തിൽ ആരെ മാത്രം ചെയ്താൽ മതി? 100 പ്ലസ് 99 മാത്രം ചെയ്താൽ മതി. എടാ 100 പ്ലസ് 99 മാത്രം ചെയ്താൽ മതി. അപ്പോൾ ദാ ഇവനെ വേണ്ട. ശരിയാണോ? എടാ അപ്പോൾ ദാ ഇവനെ ചെയ്യുമ്പം ദാ 100 പ്ലസ് 100ൻ്റെ സ്ക്വയർ മൈനസ് 99ൻ്റെ സ്ക്വയർ ചെയ്യുമ്പം അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. നമ്മളതിനെ എ പ്ലസ് ബി എന്നെഴുതി. എ മൈനസ് ബിയുടെ ടൈം അങ്ങ് മാറും. കാര്യം കുറയ്ക്കുമ്പോൾ 1 വരും. 1 ഇൻറ്റു ഇത് തന്നെ. അപ്പം മനസ്സിലായ മക്കളെ? ഇത് ചെയ്യുമ്പം 100 പ്ലസ് 99 വരും. ക്ലിയർ ആണേ? നടുക്കത്തെ ചിഹ്നം പ്ലസ്സാ എഴുതി. നടുക്കത്തെ ചിഹ്നം പ്ലസ്സാ എഴുതി. ഇനി 98ൻ്റെ സ്ക്വയർ മൈനസ് 97ൻ്റെ സ്ക്വയർ. വീണ്ടും പറ മക്കളെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. നമ്മൾ ആദ്യം എ പ്ലസ് ബി എഴുതും. അപ്പോൾ എങ്ങനെയാ? 98 പ്ലസ് 97 എന്ന് എഴുതും. ഇൻറ്റു 98 മൈനസ് 97 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ആ 1 ഇവനോട് ഗുണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എ മൈനസ് ബി വേണ്ട. പ്ലസ് മക്കളെ അപ്പോൾ ഇവിടെ എന്ത് വരും? പറ. ഇവിടെ എന്ത് വരും? 96 പ്ലസ് 95 എന്ന് വരും. പ്ലസ് 95 എന്ന് വരും അല്ലേ? 96 പ്ലസ് 95.
അങ്ങനെ പോയി മക്കളെ അവസാനം 12 + 11 വരും. 12 + 11 വരും. ശരിയാണോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പം നിങ്ങൾ നോക്കിയേ, അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എടാ 11, 12, 13, 14, 15, 16 അങ്ങനെ 95, 96, 97, 98, 99, 100 അല്ലേ? എടാ ഈ കൊടുത്തിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണി തന്നെ അല്ലേ? അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ വേണേലും പറയാം. 11, 12, 13, 14 അങ്ങനെ എവിടം വരെ? 100 വരെ. 100 വരെയുള്ള പദങ്ങളുടെ തുക കാണാനല്ലേ ഈ ചോദ്യം. എന്ത് ചെയ്താൽ മതി? വീണ്ടും പറയുന്നു, നമുക്ക് സമാന്തര ശ്രേണിയുടെ മാർഗം തന്നെ ഉപയോഗിക്കാം. n/2 ഇൻറ്റു മക്കളെ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു സാധനം ഇല്ലേ? ടൈം 1 പ്ലസ് ലാസ്റ്റ് ടൈം tn. പഠിച്ചിട്ടില്ലേ? സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കുന്ന ഇങ്ങനെ ഒരു സമവാക്യമുണ്ട്. അതായത് പദങ്ങളുടെ എണ്ണം ബൈ 2, അതായത് n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. കാര്യം ഇവിടെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അറിയാവുന്നോണ്ടാ. ശരിയാണോ? അതിന് എന്ത് വേണം? പക്ഷേ n വേണം, നമ്പർ ഓഫ് ടൈംസ് വേണം, പദങ്ങളുടെ എണ്ണം വേണം. നമ്പർ ഓഫ് ടൈംസ് കാണുന്നത് എങ്ങനെയാ? 11, 12 അവസാനം 100 വിചാരിക്കും. അപ്പം ലാസ്റ്റ് ടൈമായ 100-ൽ നിന്നും ഫസ്റ്റ് ടൈമായ 11 കുറയ്ക്കും. ബൈ പൊതുവ്യത്യാസം, നമുക്കറിയാം പൊതുവ്യത്യാസം 1 പ്ലസ് ഒരു ഒന്നുകൂടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓർമ്മയുണ്ടായിരിക്കും. tn മൈനസ് t1 ബൈ d പ്ലസ് 1. ഓർമ്മയുണ്ടോ? tn മൈനസ് t1 ബൈ d പ്ലസ് 1. അപ്പോൾ ഈ ഒരു സമവാക്യത്തിലൂടെ നമ്മൾ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കും. പദങ്ങളുടെ എണ്ണം കാണുമ്പോൾ 100 മൈനസ് 11 എന്ന് പറഞ്ഞ മക്കളെ 89. 89/1 89 തന്നെ, പ്ലസ് ഒന്നുകൂടെ ചെയ്താൽ 90. ഓക്കെ, 90 പദങ്ങളുണ്ട്. അപ്പം നമുക്കിവിടെ എന്നിൻ്റെ വില കൊടുക്കാം. 90/2 മക്കളെ 45. ഓക്കെ, ഇനി എന്തൊക്കെയാണ്? ഫസ്റ്റ് പദം 11 പ്ലസ് ലാസ്റ്റ് പദം 100. അപ്പം 45 ഗുണം മക്കളെ 100ഉം 11 കൂട്ടിയാൽ 111. ഓക്കെ, അപ്പോൾ 1 × 5 5 വരണം. അവസാനം 5 വരുന്ന 2 അവസാനമുണ്ട്. അപ്പോൾ ഗുണിച്ച് നോക്കാം. 111 × 45 155 155 155 4 4 4. നോക്കി 5 9 9 4. ഇതാ 4995 എന്ന് വരും. ഇതാണ് ഈ കാണുന്ന സംഖ്യയുടെ അല്ലെങ്കിൽ ശ്രേണിയുടെ തുക. ഓപ്ഷൻ സി 4995. മനസ്സിലായോ? എളുപ്പമല്ലേ? ദാ അടുത്ത നോക്കി. വീണ്ടും അതേപോലെ മക്കളെ, വീണ്ടും അതേപോലെ ഒരു ചോദ്യമോ. ദാ ഇവിടെ എന്ത് വരും പറ? ഇത് മാത്രം എന്തായിട്ട് മാറും? 98ന്റെ സ്ക്വയർ മൈനസ് 97ന്റെ സ്ക്വയറിനെ 98 പ്ലസ് 97 എന്ന് എഴുതാം. 98 മൈനസ് 97 വേണോ? വേണ്ട. പ്ലസ് 96 പ്ലസ് 95 എന്ന് എഴുതാം. പ്ലസ് 94 പ്ലസ് 93 എന്ന് എഴുതാം. അങ്ങനെ പോയി 12 പ്ലസ് 11 എന്ന് എഴുതാം. എങ്കിൽ പറ, തുക കണ്ടുപിടിക്കാൻ വീണ്ടും നമ്മുടെ സമവാക്യം n/2 ഇൻറ്റു t1 പ്ലസ് tn. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങളുണ്ടെന്ന് അറിയാൻ നേരത്തെ നമുക്ക് മനസ്സിലായി 90. ഇപ്പം 88 പദങ്ങൾ കാണും. കാര്യം നേരത്തെ 99 100 ഉണ്ടായിരുന്നു അല്ലേ? അപ്പം എത്ര 90 പദങ്ങളുണ്ടായിരുന്നു. ഇപ്പം 2 കൂടെ കുറവാ. അപ്പം എത്ര? 88. 88/2 എന്ന് പറഞ്ഞാൽ 44. t1 11 tn 98 44 ഇൻറ്റു 8 9 9 10 109 വരും. 9 4 36 അവസാനം 6 വരണം. അപ്പോൾ 2 പേർക്കും 6 ഉണ്ട്. അല്ല 4 × 9 നോക്കുമ്പോൾ 36 അവസാനം 6 വരണം. 2 പേർക്കും 6 ഉള്ളതുകൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പോൾ എന്ത് വരും? 109 × 44. 36 6 ശിഷ്ടം 3 4 0 0 ശിഷ്ടം 3 1 4 4 9 4 36 6 ശിഷ്ടം 3 4 0 0 ശിഷ്ടം 3 ഉണ്ട്. 1 4 4 6 9 7 4 4796. ഓക്കെ, ഓപ്ഷൻ ബി 4796 ശരി ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ദാ മക്കളെ ഒരു ജോലിയോട് നോക്കി. ദാ 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ മൈനസ് 7ന്റെ സ്ക്വയർ അങ്ങനെ 92ന്റെ സ്ക്വയർ മൈനസ് 91ന്റെ സ്ക്വയർ 2022 CGL തന്നെ ചോദിച്ചു ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇവരെ മാത്രം ആദ്യം പറ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. നമ്മൾ എങ്ങനെ എഴുതും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ആദ്യം എ പ്ലസ് ബി എഴുതുമ്പം മക്കളെ 4 + 3 എഴുതി. ഇൻറ്റു ഒന്ന് ആലോചിക്കുക.
അടുത്ത എ മൈനസ് ബി 4 മൈനസ് 3 എഴുതണം. 4 മൈനസ് 3, അപ്പം 4 പ്ലസ് 3 എഴുതി, 4 മൈനസ് 3 എഴുതി. എനിക്കറിയാം 4 മൈനസ് 3 ചെയ്താൽ 1 വരുന്നത്. 1 ഇൻറ്റു ഇത് തന്നെ. അപ്പം പിന്നെ ഇവൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, അവനെ എഴുതണ്ട. അപ്പം എന്ത് മാത്രം എഴുതിയാൽ മതി? 4 പ്ലസ് 3 മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ നടുക്കത്തെ പ്ലസ് അതേപോലെ എഴുതിയേ. 6ൻ്റെ സ്ക്വയർ മൈനസ് 5ൻ്റെ സ്ക്വയർ. വീണ്ടും നമ്മൾ അതിനെ എങ്ങനെ എഴുതും? എ പ്ലസ് ബി, അതായത് 6 പ്ലസ് 5. 6 മൈനസ് 5 എഴുതണോ? വേണ്ട. പ്ലസ് എഴുതി. 8ൻ്റെ സ്ക്വയർ മൈനസ് 7ൻ്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതും? 8 പ്ലസ് 7 എന്ന് എഴുതും. 8 പ്ലസ് 7. ശരി, അങ്ങനെ പോയി മക്കളെ 92ൻ്റെ സ്ക്വയർ, സോറി 92 പ്ലസ് 91 വരും അല്ലേ? 92 പ്ലസ് 91 വരും. ശരിയാണോ? 92 പ്ലസ് 91 വരും. ശരിയല്ലയോ? അപ്പോൾ നിങ്ങളിതാ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ മക്കളെ, ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യണം. ഇനി ഒന്ന് വൃത്തിയായിട്ട് നോക്ക്. കാര്യം ഇവിടെ 3, 4 പ്ലസ് 3 3 പ്ലസ് 4 എന്ന് പറയാം. പ്ലസ് 6 പ്ലസ് 5 5 പ്ലസ് 6 എന്ന് പറയാം. 5 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 7 7 പ്ലസ് 8 എന്ന് പറയാം. പ്ലസ് അടുത്ത 9 പ്ലസ് 8 8 പ്ലസ് 9 എന്ന് പറയാം. പ്ലസ് അങ്ങനെ പോയി 92 പ്ലസ് 1 91 പ്ലസ് 92 എന്ന് പറയാം. ശരിയാണോ? എങ്കിൽ ഇനി പറ. 3 4 5 6 7 8 9 10 അങ്ങനെ 92 വരെയുള്ള സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? നമ്മൾ വീണ്ടും നമ്മുടെ സമവാക്യം ഉപയോഗിക്കുന്നു. n/2 ഇൻറ്റു T1 ആദ്യ പദം പ്ലസ് Tn അവസാന പദം. അതിന് എന്നിൻ്റെ വില കണ്ടുപിടിക്കണം. എന്നിൻ്റെ വില കണ്ടുപിടിക്കാൻ n ഈക്വൽ ടു അവസാന പദമായ 92 മൈനസ് ആദ്യ പദമായ 3 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസമായ 1, അതായത് കോമൺ ഡിഫറൻസ് 1 പ്ലസ് ഒരു ഒന്നുകൂടെ. 92ൽ നിന്ന് 3 കുറച്ചാൽ മക്കളെ 89. 89/1 പ്ലസ് 1 വരും. 89നെ 1 കൊണ്ട് ഹരിച്ചാൽ 89 തന്നെ. 1 കൂട്ടിയാൽ 90 വരും. മനസ്സിലായി? 90 ടൈംസ് ഉണ്ട്. 90 ടൈംസ്. അപ്പോൾ ഇവിടെ കൊടുക്കാം. 90/2 45 ഇൻറ്റു ആദ്യ പദം 3 പ്ലസ് അവസാന പദം 92 45 ഇൻറ്റു 92 3 കൂട്ടിയാൽ 95. ഓക്കെ, അപ്പം 45 ഇൻറ്റു 95 ചെയ്താൽ മതി. അപ്പോൾ ഒറ്റയുടെ സ്ഥാനങ്ങൾ മാത്രം നോക്ക്. 5 × 5 25 വരണം. ഓക്കെ, അപ്പോൾ 25ന് അവസാനം 5 വരണം. 5ൽ അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി 4275. എടാ 4275 ശരി ഉത്തരം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 45 ഇൻറ്റു 95. നിങ്ങൾ പക്ഷേ പരീക്ഷയ്ക്കൊന്നും ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട, ഓപ്ഷൻ എഴുതി വെച്ചാൽ മതി. 25ന് 5 ശിഷ്ടൻ 2, 14 20 2 22, 9 5 45ന് 5 ശിഷ്ടം 4, 9 4 36 4 40. ഓക്കെ, 5 5 2 7 2 4 കണ്ടോ? 42 75 വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? നല്ല ഒരുപിടി ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വരാൻ പോകുന്ന SSC RRB ലെവൽ പരീക്ഷകൾക്ക് ഇത് ഉതകട്ടെ, നിങ്ങളുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും തൽക്കാലം വിട പറയുന്നു. നമ്മുടെ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ SSC ചലഞ്ചർ SSC RRB, ഓക്കെ, ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ ചലഞ്ചർ മക്കളെ SSC RRB, ഓക്കെ, ചലഞ്ചർ SSC RRB ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം. ഇൻസ്റ്റഗ്രാം പേജ് മാത്രമല്ല, നമ്മുടെ ടെലിഗ്രാമിലും ചലഞ്ചർ SSC RRB എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അതിൽ ജോയിൻ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ട്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇനി ഒട്ടും വൈകണ്ട, ചലഞ്ചർ SSC RRB യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ അംഗമാകുക. കൂട്ടത്തിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. ബൈ ഫ്രം നിശാഖ് പാവുമ്പ.